നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. അടുത്തിടെ പുറത്തിറങ്ങിയ നിവിൻ പോളിയുടെ കംബാക്ക് സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഈ സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ചുവെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ രംഗത്തെത്തി. നിഷാദ് കോയ എഴുതിയ തിരക്കഥയുമായി മലയാളി ഫ്രം ഇന്ത്യയുടെ തിരക്കഥയ്ക്ക് സാമ്യം തോന്നിയത് തികച്ചും ആകസ്മികമാണെന്നും ഒരേപോലുള്ള ആശയം ഒന്നിലധികം പേർക്ക് തോന്നാമെന്നും അസോസിയേഷന്റെ ഭാഗമായി നടന്ന പത്രസമ്മേളനത്തിൽ വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നിഷാദ് കോയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ നിന്നും മനസ്സിലായത് അദ്ദേഹത്തിന്റെ പൂർത്തിയാക്കിയ തിരക്കഥയാണ് ഡിജോ ജോസ് സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യയുടെ പ്രധാന പ്രമേയമെന്നാണ്. എന്നാൽ ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് ഷാരിസ് ആണ്. ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത ഇപ്പോൾ വരുത്തിയിരിക്കുകയാണിവർ. ഇന്ത്യയും പാകിസ്ഥാനും ക്വാറന്റീനിലായി പോകുന്നതാണ് കഥ. എന്നാൽ ഇത് കോവിഡ് സമയത്ത് ഷാരിസ് മുഹമ്മദ് എല്ലാം ശരിയാകും എന്ന സിനിമയുടെ ഛായാഗ്രാഹകനായിരുന്ന ശ്രീജിത്തിനോട് പറഞ്ഞിരുന്നു. അവർ ഒരുക്കിയ ഡ്രാഫ്റ്റുകൾ ഇപ്പോഴും കയ്യിലുണ്ട്. ഇത് സിനിമയാക്കുന്നതിനായി ഇരുവരും 2021 ഓഗസ്റ്റിൽ ഹാരിസ് ദേശം എന്ന പ്രൊഡക്ഷൻ കൺട്രോളറെ സമീപിച്ചിരുന്നു. അദ്ദേഹം റോഷൻ മാത്യുവിനെ കാണാൻ പറയുന്നു. പിന്നീട് ഈ ചർച്ചകൾ മുന്നോട്ടു പോകാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ ഈ സിനിമ നടക്കാതെ പോകുകയും ഷാരിസ് ജനഗണമന ചെയ്യുകയുമായിരുന്നു. ആ സമയത്താണ് ഡിജോയുമായി ഈ ആശയം പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ മലയാളി ഫ്രം ഇന്ത്യയുടെ ടൈറ്റിലിൽ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്ന നിലയിൽ ശ്രീജിത്തിന് ക്രെഡിറ്റ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ജയസൂര്യയുമായും അവർ സംസാരിച്ചിരുന്നു. ഒരു പരസ്യത്തിന്റെ ചിത്രീകരണത്തിനിടെ ഡിജോയോട് കഥയുടെ ഒരു വരി മാത്രം പറഞ്ഞിരുന്നെന്നും വിശദമായി പറഞ്ഞില്ലെന്നുമാണ് ജയസൂര്യ പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിഷാദ് കോയെ വിളിക്കുമെന്നും പറഞ്ഞു. പക്ഷേ നിഷാദും ഡിജോയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരേ ആശയവും കഥയും ഒന്നിലധികം എഴുത്തുകാർക്കുണ്ടാകാം. അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും ക്വാറന്റീനിൽ പോകുന്നതാണ് രണ്ടുപേരുടെയും കഥ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നടക്കുന്നത് വ്യത്യസ്തമായ കഥകളാണ്. എന്നാൽ ഇപ്പോൾ ഷാരിസിനും ഡിജോയ്ക്കുമെതിരെ ആൾക്കൂട്ട ആക്രമണം നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇരുവരും നിൽക്കുന്നത്. ഈ തിരക്കഥ സ്വതന്ത്രമായാണ് ഷാരിസ് പൂർത്തിയാക്കിയതെന്ന് പൂർണ്ണമായും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. അതേസമയം നിഷാദ് കോയെ ആരും പിന്തുണയ്ക്കുന്നില്ലെന്നല്ല അതിന്റെ അർത്ഥം. അദ്ദേഹത്തിനൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. നിയമപരമായും നിഷാദിന് മുന്നോട്ട് പോകുവാനുള്ള അവകാശമുണ്ട്. ഇവിടെ ഷാരിസിന്റെ ഭാഗം വ്യക്തമാക്കാനാണ് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചതെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. ഒരു തിരക്കഥ നടക്കാതെ പോകുന്നതിന്റെ വിഷമം അദ്ദേഹത്തിനുണ്ട്. ഇത് എഴുത്തുകാർക്കിടയിൽ സംഭവിച്ച വിചിത്രമായ ആകസ്മികതയാണ്.